യാശുവേ, യാശു ആ അച്ഛാ വന്നാ എന്തിനാ വിളിച്ചേ? അച്ഛാ പിന്നെ നമ്മുടെ ഫാമിലിയുള്ള എല്ലാവരും കൂടെ കുറച്ച് ഫണ്ട് റേസ് ചെയ്തിട്ടേ അത് നമുക്ക് പറ്റുന്നത്രയും ഫണ്ട് ഇടുക, എന്നിട്ട് ദുരിതാശ്വാസ ഫണ്ടിലോട്ട് കൊടുക്കാന്നുള്ളൊരു പ്ലാന്. അമ്മ എടുത്ത് പറഞ്ഞാ? പിന്നെ അമ്മയാണെങ്കിൽ ഫുൾ സപ്പോർട്ട്. അമ്മ ഇതിനെപ്പറ്റി 2-3 ദിവസമായിട്ട് ആലോചിക്കുവായിരുന്നു. ഞാനാ സപ്പോർട്ട് തന്നെ. അമ്മ കാണുമല്ലോ. എന്തേ അമ്മ? അച്ഛൻ കട്ട സപ്പോർട്ട്. അച്ഛനെത്തി മറ്റേ ഫണ്ട് റേസ് ചെയ്യണ്ടേ? മാമ എത്ര ഇടണമെന്ന് മക്കള് പറഞ്ഞാ മതി. അടാ അച്ഛനാണല്ലേ എഞ്ചിനീയർ, കുറച്ച് പൈസ തരാണ്ട്. അപ്പൊ അച്ഛൻ എത്ര ഇടണമെന്ന് പറഞ്ഞാ മതി. അപ്പൊ അമ്മയുടെ കാര്യം അമ്മ? ഞാൻ എന്റെ ശമ്പളത്തിന്റെ പകുതി തരാടാ. പിന്നെ ഞാൻ സുഷ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരണ വഴിക്ക്. അപ്പൊ സുഷ്മ പറഞ്ഞ വീട്ടിലെല്ലാവരുടെ അടുത്തും പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് നമ്മുടെ കുറെ പേരെ നമുക്ക് പൈസ കളക്ട് ചെയ്യാം. അമ്മ എന്ത് പറയണം? എടാ ഞാൻ എന്റെ ഫണ്ട് തരാടാ. പിന്നെയാണെങ്കിൽ ഞാൻ സിദ്ധുവിനെ വിളിച്ചു പറയാം. സിദ്ധുവിന് അവിടെ ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ടല്ലോ, അവരുടെ അടുത്ത് നമുക്ക് ഫണ്ട് പിടിക്കാം. അച്ഛാ ശരിക്കും ഉരുൾപൊട്ടൽ എന്താ? ഉരുൾപൊട്ടല അത് ഈ അതിഭയങ്കരമായ മഴയില് ഭൂമിയിൽ ഒരുപാട് വെള്ളം ഇങ്ങനെ സംഭരിക്കും. ആ സംഭരിച്ച വെള്ളം മർദ്ദം കൊണ്ട് താങ്ങാനാവാതെ താഴോട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ കുത്തി ഒലിക്കും. ആ കുത്തി ഒലിക്കുന്ന കൂട്ടത്തിൽ മണ്ണും ചരലും വൃക്ഷങ്ങളും ഒക്കെ ഇങ്ങനെ വന്ന് താഴോട്ട് പതിക്കും. അപ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകും. മിക്കവാറും മഴ സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഭൂമിയുടെ കിടപ്പ് മാത്രമല്ല, കൃഷി, മണ്ണെടുക്കല്, പാറഖനനം, റോഡ് നിർമ്മാണം, കെട്ടിട നിർമ്മാണം, പിന്നെ മലഞ്ചെരുവിലെ സ്വാഭാവിക മരങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ ഈ നാണ്യവിളകളൊക്കെ കൃഷി ചെയ്യും. ഇതെല്ലാം ലാൻഡ് സ്ലൈഡിങ്ങിന് കാരണവും. ലാൻഡ് സ്ലൈഡിങ്ങോ? എന്തോ? അതായത് ലാൻഡ് സ്ലൈഡിങ് എന്ന് പറഞ്ഞാല് ഒരു തരത്തിലുള്ള മണ്ണിടിച്ചിൽ തന്നെയാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇടുക്കിയിലൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ല കുട്ടുവാമ, ഈ മനുഷ്യ നിർമ്മിതിയൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ സംഭവിക്കുന്നുണ്ടല്ലോ. അതുണ്ടാവാറുണ്ട്. ഈ വരൾച്ച കഴിഞ്ഞിട്ട് പെട്ടെന്നുണ്ടാകുന്ന മഴയില്ലേ, അതൊക്കെ ഇതിന് കാരണവും. 72 ഡിഗ്രിയിൽ ചരിവ് കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉറപ്പായിട്ടും സാധ്യത കൂടുതലെന്നാണ് പറയുന്നത്. ശാസ്ത്രം ഇത്രയൊക്കെ വളർന്നിട്ടേ ഇതൊക്കെ നേരത്തെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അല്ലേ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രകൃതിയെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റിയൊന്നുമില്ലല്ലോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉറ്റവരെ ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് മണ്ണും കല്ലും ഒക്കെ ആയിട്ട് നോക്കിക്കൊണ്ടിരുന്ന ബാക്കിയുള്ളവരുടെ അവസ്ഥയുണ്ടല്ലോ, അത് വല്ലാത്തൊരവസ്ഥ തന്നെ. എന്റെ ദേവി, എത്രയും പെട്ടെന്ന് പൈസ അയച്ചു കൊടുക്കണം. ഞാൻ എഞ്ചിനീയർ ഒന്ന് വിളിക്കിട്ട്. കുട്ടുമാമോ, എന്താ മക്കളെ?